നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ അല്ലേ? എല്ലാവരും ദ്വാരക്കുന്നവരാണ്. ദുആ ചെയ്യുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്? ചില ആളുകൾ നേരെ തന്നെ അള്ളാഹുവേ പടച്ചോനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഖൈറാക്കി തരണേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് ഒരു ദുആ തുടങ്ങേണ്ടത്? ദുആ ചെയ്യുന്നതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഏതൊക്കെയാണ് ആ കാര്യം? നമുക്കൊന്ന് കേട്ടാലോ. ഇന്നു മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും നിങ്ങളുടെ ദുആ തുടങ്ങുമ്പോൾ ഈ ഒരു വാചകം നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ശുപാർശ നമുക്ക് നിർബന്ധമായി കിട്ടുമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ അതിന് ചെയ്യേണ്ടത്? ചെറിയ ഒരു വാക്ക് നമ്മൾ ദുആ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി പറയണം. ഏതാണ് ആ വാക്ക്? അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് കേട്ടാലോ. 4 വിഭാഗം ആളുകൾ, അവരെ അള്ളാഹുവിന് കണ്ണിൽ കണ്ടുകൂടാം. അള്ളാഹു ഭയങ്കര ദേഷ്യമാണ്. അള്ളാഹു എല്ലാവരോടും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു 4 സ്വഭാവമുള്ള ആളുകളെ അള്ളാഹു വെറുക്കും. പടച്ചോന് ഇഷ്ടമല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ 4-ൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ മാറ്റാൻ പറ്റണം. അപ്പോൾ ഏതൊക്കെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത 4 സ്വഭാവങ്ങൾ? അള്ളാഹു വെറുക്കുന്ന, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുന്ന, അള്ളാഹു തആല കോപിക്കുന്ന 4 കൂട്ടം കാര്യങ്ങൾ, 4 ദുസ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് 4ഉം നമുക്ക് മാറ്റിയെടുക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വീഡിയോ അവസാനം വരെ കാണണേ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അള്ളാഹു നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ പറച്ചിലും കേൾക്കലും എല്ലാം അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ ഒരുപാട് നാളുകളിൽ ഒരുപാട് തെറ്റുകളൊക്കെ നമ്മുടെ നിന്നും സംഭവിച്ചതാണ് അല്ലേ? എല്ലാം അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? എല്ലാവർക്കും ഒന്നിച്ചൊരു 3 പ്രാവശ്യം ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞ് നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിക്കണം. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾ ഉൾപ്പെടെ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എല്ലാവർക്കും എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങൾക്ക് എല്ലാവിധ ബറക്കത്തിൻ്റെ സമയമാക്കണേ അല്ലാ, ദിവസമാക്കണേ, മാസമാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ദുആ ചെയ്യാറില്ലേ അല്ലേ? ഇപ്പം നമ്മൾ ദുആ ചെയ്തു. നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് ദ്വാരക്കാറുണ്ട്, അതുപോലെ തന്നെ ഫാത്തിഹ ഓതി ദ്വാരക്കാറുണ്ട്, യാത്ര പോകുമ്പോൾ ദ്വാരക്കാറുണ്ട്, നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാരക്കാറുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ദുആ ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒന്നാമത് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ആ ദുആ സ്വീകരിക്കും. നമ്മളെ ദുആ ചെയ്യുന്നത് അല്ലാഹു തആല സ്വീകരിക്കണ്ട എന്നല്ലല്ലോ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കണം എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ വേഗത്തിൽ ദുആ സ്വീകരിക്കും ഈ ഒരു വാക്ക് പറഞ്ഞാൽ. ദുആയിൽ ഇന്നു മുതൽ ആ ഒരു വാക്ക് നമ്മൾ ഉൾപ്പെടുത്തണം. രണ്ടാമത്, ഒരു മനുഷ്യൻ ഈ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ വജബത്ത് ഷഫാഅത്ത്, അതായത് അവനിക്ക് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നിർബന്ധമായി കിട്ടും എന്നാണ്. കിട്ടിയേക്കാമെന്നല്ല, നിർബന്ധമായി കിട്ടുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഏതാണ് ആ വാക്ക്? വേറെ ഒന്നുമില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാ? പല ആളുകളും പല രൂപത്തിലും കോലത്തിലും ആ ദ്വാരക്കുന്നത് അല്ലേ? ചില ആളുകൾ ദ്വാരക്കുന്നത് ഇങ്ങനെ ദ്വാരക്കാറുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ദ്വാരക്കാറുണ്ട്. അതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ വെച്ച് പിടിക്കലാണ്. മുഖത്തോടെ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിച്ചല്ല ദ്വാരക്കേണ്ടത്. ചിലക്കാർ ഇങ്ങനെ പിടിക്കും. ഈ വയറ് പടച്ചോൻ തന്നത് എനിക്ക് ദ്വാരക്കുമ്പോൾ കൈവെക്കാനാണെന്ന രൂപത്തിലാണ്. അങ്ങനെയുമല്ല, ഇങ്ങനെ വയറിലല്ല കൈവെക്കേണ്ടത്. ചിലക്കാർ ഇങ്ങനെയൊക്കെ പിടിച്ച് ദ്വാരക്കും. അങ്ങനെയുമല്ല. ഒന്നുകിൽ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ ചേർത്ത് പിടിക്കാം, എന്നിട്ട് നമ്മൾ ദ്വാരക്ക്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. ദുആ ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. ഒരു സ്വതക്ക കൊടുക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ദ്വാരക്കുക, സ്വതക്ക കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാക്ക് പറയുക, കുറച്ച് ദിക്ർ പറയുക, സ്വലാത്ത് പറയുക, തസ്ബീഹ് പറയുക, എന്നിട്ട് നമ്മൾ ദ്വാരെന്നാൽ ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ ഇനി ദുആയിലേക്ക് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈവച്ചിട്ട് നമ്മൾ ദ്വാരക്കുകയാണ്. ആദ്യം തന്നെ പടച്ചോനെ എന്ന് പറഞ്ഞല്ല തുടങ്ങേണ്ടത്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ
സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ ആദ്യം ഹംദ് പറയണം. ഇങ്ങനെ വെച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറയുക. മൂന്നാമതായി നമ്മൾ പറയേണ്ടതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഇനി മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ദുആ ചെയ്യുമ്പോൾ മൂന്നാമത് പറയേണ്ട വാക്ക് ഇതായിരിക്കണം. എൻ്റെ പൊന്നുസ്താദ്, ഇത് എത്രയോ വലുതാണ്, ഇതെങ്ങനെ ഞങ്ങളെ കാണാതെ പഠിക്കുന്ന ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് അത് നിങ്ങൾ ദുആ രക്കുമ്പോൾ അത് നോക്കി പറഞ്ഞാലും മതി. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിന്നോട് അടുത്ത സ്ഥാനം ആർക്ക് കൊടുക്കണം? ഞങ്ങളുടെ നേതാവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്നോടുള്ള അടുത്ത ഒരു സ്ഥാനം, ഒരു പദവി നീ കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം ഹംദ് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് കഴിഞ്ഞ് മൂന്നാമതായി പറയേണ്ടത് അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. മറന്നു പോവരുതേ, ഒന്നുകൂടി പറഞ്ഞേ, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഈ ഒരു വാചകം പറയുക. എന്നിട്ട് പിന്നെ നമ്മൾ റബ്ബന ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ആ ദുആ പറയാം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ആ ദുആ പറയാം. പിന്നെ നമുക്ക് അറബിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് ദുആ രക്കാം. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം 3 കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് എല്ലാം ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതും പറഞ്ഞിട്ട് നമ്മൾ 3 സ്വലാത്തും കൂടി ചൊല്ലുക. എങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. ഈ ദുആ ചെയ്യുന്നത് അല്ലാഹുവിന് 4 വിഭാഗം ആളുകളോട് ഭയങ്കര ദേഷ്യമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല 4 വിഭാഗം ആളുകളെ. അല്ലാഹു തആല ആ 4 വിഭാഗത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അതിലൊരു വിഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ദുആ ചെയ്യാത്ത ആളുകൾ. അവർ ദുആ ചെയ്യൂല, ദുആ ചെയ്യാൻ മടിയാണ്. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗം ആളുകൾ അവർ രാവിലെയും വൈകുന്നേരം, അതായത് 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലാണ്. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതും. ഫാത്തിഹയിൽ നമ്മൾ അവസാനം പറയുന്ന ചില വാക്കുകളുണ്ട്. എന്ത്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവേ നിനക്ക് ദേഷ്യമുള്ള വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാന്ന്. അള്ളാഹ്ക്ക് ദേഷ്യമുള്ള 4 വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ആരെന്നറിയോ? അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ആളുകളാണ്. ദുആ ചെയ്യാത്ത മനുഷ്യന്മാർ, അവരോട് അള്ളാഹുവിന് ഭയങ്കര വെറുപ്പാണ്, ഇഷ്ടമല്ല അവരൊക്കെ അള്ളാഹുവിന്. മല്ലം യദുഉല്ലാഹ സുബ്ഹാനഹു ഗളിബ അലൈഹി എന്നാണ്. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അവനോട് അള്ളാഹുവിന് ദേഷ്യമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചില ആളുകൾക്ക് ദുആ ചെയ്യാൻ മടിയാണ്, നാണമാണ്. ചില ആളുകൾ വിഷമം വരുമ്പോൾ മാത്രം ദുആ രക്കും, സന്തോഷം വരുമ്പോൾ അള്ളാഹനെ മറന്നുപോകും. അതും പാടില്ല. നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ രക്കണം. നോമ്പുകാരാണെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ദുആ രക്കണം. നമ്മളൊരു സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ സ്വതക്കയ്ക്ക് ശേഷം നമ്മൾ ദുആ രക്കണം. ദുആ നമ്മൾ മറന്നു പോകരുത്. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ നമ്മുടെ ആയുധമാണ് ദുആ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ നമ്മൾ അധികരിപ്പിക്കണം. കാരണം ദുആ ചെയ്യാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഒരു 500 രൂപ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അയാൾ തിരിച്ചു തന്നു. നമ്മൾ വീണ്ടും അയാൾ പിന്നെ ഒരു 500 രൂപ ചോദിച്ചാൽ വീണ്ടും നമ്മൾ കൊടുക്കും. അയാൾ തിരിച്ചു തരുമെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതിങ്ങനെ നിത്യമായി ചോദിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് അവസാനം അയാളോട് ദേഷ്യമുണ്ടാകും. ഇയാൾ എന്തിനാ എന്നോട് എപ്പോഴും ചോദിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാകും. പക്ഷെ അള്ളാഹ്ക്ക് നമ്മൾ ചോദിക്കുന്തോറും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് വിഷമം വരുന്നത്. അതാണ് പടച്ചവനും പടപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ
കോപം ഉണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ തിരിച്ചറിയാം. നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്, ദുആ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം ആഖുൽ വാലിദൈൻ, ഉമ്മാനം വാപ്പാനം വിഷമിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ എടങ്ങേറാക്കുന്നവർ. അവരാരാണ്? അള്ളാഹുവിൻ്റെ ദേഷ്യമുള്ള ആളുകളാണ്. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ 4 വേദഗ്രന്ഥങ്ങളാണ്, 4 കിതാബുകളാണുള്ളത്. ഈ 4 കിതാബിലും മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. 1, അള്ളാഹുവിനെ ആരാധിക്കണം. 2, മദ്യം കുടിക്കരുത്. 3-ാമത്തേത് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. ഈ 3 കാര്യവും 4 കിതാബിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ആഖുൽ വാലിദൈൻ ഉണ്ടാവാൻ പാടില്ല. ഉമ്മാനെയും വാപ്പാനും വെറുപ്പിക്കാൻ പാടില്ല. ഉമ്മാനോടും വാപ്പാനോടും നമുക്ക് ദേഷ്യമാണോ എങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമാണ്. ഉമ്മാനോടും വാപ്പാനോടും നമുക്ക് ഇഷ്ടമാണോ എങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണ്. റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹിൻ്റെ തൃപ്തിയാണ്, മാതാപിതാക്കളുടെ ദേഷ്യം അത് അള്ളാഹിൻ്റെ ദേഷ്യമാണെന്നാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാതാപിതാക്കളോടുള്ള ആ ഇഷ്ടം നമ്മൾ അധികരിപ്പിക്കുക എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. ഉമ്മാനെ വാപ്പാനെ വിഷമിപ്പിക്കുന്നവരാണോ, മാതാപിതാക്കളെ എടങ്ങേറാക്കുന്നവരാണോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ നമുക്ക് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വൻ പാപമാണ്, സബുഉൽ മുബിക്കാത്തിൽ പെട്ടതാണ് ഉമ്മാനം വാപ്പാനം വിഷമിപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് സ്വർഗത്തിൽ പോകണം, വേഗത്തിൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഊസീക ബി ഉമ്മിക ഹസന, നിങ്ങളുടെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാനോട് മാന്യമായിട്ട് പെരുമാറും എങ്കിൽ വേഗത്തിൽ സ്വർഗത്തിൽ പോവാം. ശരി, ഓക്കെ, സമ്മതിച്ചു. അള്ളാഹുവെ എനിക്ക് അടുത്തൊരു കാര്യം, ഇതൊരു കാര്യമാണെന്ന് മനസ്സിലായി, അടുത്തൊരു കാര്യം എനിക്ക് സ്വർഗത്തിൽ പോവാൻ. അപ്പോഴും അള്ളാഹ് പറഞ്ഞത് ഈ കാര്യം, ഊസീക ബി ഉമ്മിക ഹസന, ഉമ്മാനോട് നല്ലപോലെ പെരുമാറും. 3, 4, 5, 6, 7 പ്രാവശ്യവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് സ്വർഗത്തിൽ പോവാൻ ഒരു എളുപ്പവഴി. ആ സമയത്തൊക്കെ പറഞ്ഞത് ഊസീക ബി ഉമ്മിക ഹസന, ഉമ്മാനോട് മാന്യമായിട്ട് പെരുമാറിയ നിങ്ങൾക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോകാൻ. ആരോടാ പറഞ്ഞത്? ഒരു പ്രവാചകനോടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞതെങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് ഓർത്തു നോക്കിയേ. ഉമ്മാനോട് വാപ്പാനോട് എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണേ. അള്ളാഹു വടച്ചനെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ വാപ്പമാരെ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അള്ളാഹു അവർക്ക് നീ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ഒരു വിഭാഗമാണ് അള്ളാഹിനോട് ദുആ ചെയ്യാത്തവർ, 2 മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്നവർ. 3-ാമത്തെ ഒരു വിഭാഗമാണ് എന്തെന്നറിയോ? ആണുങ്ങളുടെ വേഷം ധരിക്കുന്ന സ്ത്രീ, അതുപോലെ പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന പുരുഷൻ. ആണുങ്ങളുടെ വേഷം ധരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വസ്ത്രം കൊടുക്ക്, ആൺകുട്ടിക്ക് ആൺകുട്ടിയുടെ വസ്ത്രം കൊടുക്ക്. ചില ആളുകൾ ചില പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാനും പെണ്ണുങ്ങളെ പോലെ നടക്കാനും അവരെ പോലെ ഡ്രസ്സ് ചെയ്യാനുമാണ് ഇഷ്ടം എങ്കിൽ അള്ളാഹിൻ്റെ കോപമുണ്ടാകും. ചില സ്ത്രീകൾക്ക് ആണുങ്ങളെ പോലെ നടക്കാനും ആണുങ്ങളുടെ കോലത്തിൽ നടക്കാനും അവരുടെ സംസാരിക്കാനും ഒക്കെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ ഇഷ്ടക്കേടുണ്ടാകും. ആണിനെ പോലെ നടക്ക്, ആണിന് ആണത്വം വേണം, പെണ്ണിന് പെണ്ണത്വം വേണം. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല, അതുണ്ടാവരുത്. അപ്പോൾ അങ്ങനെ ആൺ വേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്ന ആണും അവരെ അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു. അവരോട് അള്ളാഹുവിനെ ഇഷ്ടമില്ല, ദേഷ്യമാണുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 4-ാമതായി മഹത്തുക്കൾ പറയുന്നു, ഇബാദത്തുകൾ ചെയ്യാൻ മടി, നിസ്കരിക്കാൻ മടി, നിസ്കരിച്ചാൽ തന്നെ അലസതയോടുകൂടി നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കാൻ മടി, സ്വതക്ക കൊടുക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ മടി. ഈ ക്ലാസ് വരും അപ്പം തന്നെ സ്കിപ്പ് അടിച്ച് കളയും. ഇതൊന്നും വേണ്ട, വേറെ കോമഡി വരട്ടെ, സിനിമാ പാട്ടൊക്കെ വരട്ടെ, ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാൻ? നമ്മുടെ ഇതുപോലുള്ള ഈ ഇൽമ് ദീനിയായ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ അവഗണിക്കുക, ഒരു അവജ്ഞത. അതെന്താണ്? അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. അള്ളാഹു തആല അവൻ്റെ കോപത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യം നമ്മൾ ഇനി മറന്നു പോകരുതേ. ഇനി എപ്പോൾ ദുആ ഇരുന്നാലും ഈ ഒരു വാക്ക് നമ്മളെപ്പോഴും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ദുആ സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു ശഫാഅത്ത് നമുക്ക് നിർബന്ധമായും കിട്ടും.
അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക റബ്ബേ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കല്ല, സങ്കടങ്ങൾ മാറ്റിത്തരണേ അല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ല, എല്ലാവിധത്തിലുള്ള നന്മയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ല. അള്ളാഹുവെ, ആരെല്ലാം കമൻ്റായി ദുആവസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.